വായക്കാടിന്റെ പച്ചയായ മനുഷ്യൻ സുബൈർക്ക എന്ന മെസ്സിയുടെ വീടെന്ന സ്വപ്നം സഫലമായിരിക്കുന്നു. തീർച്ചയായിട്ടും. ദുബായ് ബേസ്ഡ് സ്മാർട്ട് ട്രാവൽസിന്റെ MD അദ്ദേഹത്തിന്റെ ഉപ്പയുടെ ഓർമ്മയ്ക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ഈ അർജന്റീനൻ വീടിന്റെ താക്കോൽദാനം വളരെ ഭംഗിയായിട്ട് ഇന്നലെ ഒരുപാട് നൂറുകണക്കിന് ആളുകളെ സാക്ഷിയാക്കിക്കൊണ്ട് അഫിക്ക സുബൈർക്കാക്ക് സമ്മാനിച്ചു. അങ്ങനെ നമ്മൾ വീടിന്റെ ചാവി കൈമാറുന്നു. വായക്കാടിന്റെ അഹങ്കാരമായ ഈ സുബൈർക്കയുടെ വീടിന്റെ ഈ താക്കോൽദാന ചടങ്ങിൽ അഫിക്കാനെയും സുബൈർക്കാനെയും വായക്കാട്ടുകാർ സ്വീകരിച്ചത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വായക്കാട്ടിലെ വായത്തോട്ടത്തിൽ നിന്ന് വെട്ടിയെടുത്ത ഒരു കൊല വായക്കൊല കൊണ്ടാണ് സ്വീകരിച്ചിട്ടുള്ളത്. വായക്കാടിന്റെ ഭാഗ സമ്മാനം വായക്കൊല. അത് പൊളിച്ചേ വായക്കൊല സമ്മാനം. അതടിപൊളി. പിന്നെ ഒത്തുകൂടി നിങ്ങൾക്ക് അറിയാലോ, എനിക്ക് ഇന്നലെ ആ തിരക്കിന്റെ അടി വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ആകെ പോക ജഗ വലിയ വലിയ പിന്നെ ക്യാമറ വലിയ വലിയ ആൾക്കാരൊക്കെയാണ് അതിന്റെ അടി. അതിന്റെ അടി നമ്മൾ പോയിട്ട് ഉള്ളിലേക്ക് കയറാനും പറ്റില്ല, വീഡിയോ എടുക്കാനും പറ്റില്ല. ഞാൻ ഏഷ്യാനെറ്റ് അടക്കം ഏഷ്യാനെറ്റ് മീഡിയ മനോരമയും ഞാൻ നല്ല വീഡിയോ എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പിറ്റേ ദിവസം ഇന്ന് വന്നത്. ഞാൻ റീൽസ് ഇടാന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഒരുപാട് മെസ്സേജ് വീഡിയോയുടെ സുബൈർക്കോടെ വെച്ചാൽ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് രണ്ടാമത്തെ ദിവസം ഇവിടെ വന്നാണ് രണ്ടാമത് വീണ്ടും വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നമ്മളെ വ്ളോഗില്ല കേട്ടോ, ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റൂല. അതാണ് അവസ്ഥ. കണ്ടില്ലേ, നമുക്ക് ക്യാമറ എവിടുന്ന് നിൽക്കാൻ സമയം കിട്ടുന്നില്ല. ഫുള്ള് വലിയ വലിയ ക്യാമറ വലിയ വലിയ ആൾക്കാരാണ്. അതിന്റെ അടി നമ്മൾ പോയിട്ട് ഒരു കാര്യമില്ല. ജനസാഗരമാണ്. അത്ര ആളുണ്ട്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും ആളുകൾക്കിടയിൽ അതിൻ്റെ ഇടയിൽ പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള സംഗതിയല്ല. മാറി കൊടുക്കാം. കേൾക്കാതെ പോണേ. എനിക്കെന്ത് ഇവിടെ സ്ഥലം കിട്ടിയില്ല. അപ്പോഴും നിങ്ങൾ പോയി അവിടെ മാറിക്കണ്ടേ. കേക്ക് പോയി അവിടെ വലിയ വലിയ ടീംസാണ്. അതിൻ്റെ നമ്മൾ കയറിയിട്ട് കാര്യമില്ല. അതാ പോണത്. കേക്ക് പോണ്. കുട്ടികളെ ഒഴിവാക്കാനുള്ള പരിപാടിയാണ്. കേക്ക് ആണ്ട് കൊണ്ടുപോയി കുട്ടികൾ പോയി അതിന്റെ പിന്നാലെ പോയി. നമ്മളെ സമ്പാദിച്ച് എവിടെ കൊണ്ടുവെക്കാനാണ് സമ്പാദിച്ചത്, എവിടേക്കാണ് ഇങ്ങനെ സമ്പാദിക്കുന്നത് എന്ന് കൂടെ ചിന്തിക്കണം. അങ്ങനെ സമ്പാദിച്ച നാളെ എന്തായാലും ഈ സമ്പാദ്യങ്ങളൊന്നും നമ്മളെ കൂടെ വഴിത്തേക്ക് വരുന്നില്ല, കവറിലേക്ക് വരുന്നില്ല എന്നതൊന്നും പൂർണ്ണ ഉറപ്പ് എനിക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ നാളെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും നല്ല കാര്യങ്ങളൂടെ ചെയ്തു എന്ന് ഉറപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വരണം. സമ്പാദ്യം എപ്പോഴും ലോകത്ത് മാത്രമല്ല പരലോകത്തേക്ക് കൂടി കരുതേണ്ടതാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എവിടെയോ ഒരു മിസ്സിങ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഇത്രയും നാട്ടുകാർ കൂടിയിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ഒന്ന് മുന്നിട്ടിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് സുബൈർക്കാർക്കും സ്ഥിര വരുമാന മാർഗം കൂടി ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുമെന്ന് എവിടെയോ എന്റെ മനസ്സ് പറയുന്നു. ചിലപ്പോൾ വായക്കാരുടെ അപ്പി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ നാട്ടുകാർ. എന്നാൽ പിന്നെ വീടിന്റെ ഉള്ളിൽ കയറിയിട്ട് ഹോം ടൂർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിന്റെ ഉള്ളിൽ കയറിയപ്പോഴുള്ള അവസ്ഥ ഒന്നും പറയണ്ട, അത് വേറെ ലെവലേ കേട്ടോ. റൂം ഫർണിഷ്ഡ് ആയിട്ടുണ്ട്. പിന്നെ അലമാര, ബെഡ്, കട്ടിലും ഒക്കെ ഉണ്ട്. ഇതിനുള്ള നാളെ ഒഴിപ്പിച്ചാണ് ഇപ്പം. അതേപോലെ എല്ലാവരും ഇങ്ങനൊന്ന് മാറിക്കൊടുത്ത് നിർക്കട്ടാ പറയാം. എന്താ മാഡം, ഞാൻ പിന്നെ ഒരു ദിവസം വന്ന് എടുത്തോളാം. പോവാണ് ഞാൻ. എന്താ ഇവിടെ ഒരു സോഫ ഉണ്ട് കേട്ടോ, ഇവിടെ ഒരു ഫ്രിഡ്ജും ഉണ്ട്, ഇവിടെ നിറച്ച് മനുഷ്യന്മാരും ഉണ്ട്. അല്ല, നിങ്ങളൊക്കെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് എനിക്ക് തീരുമാനം എടുക്കാനാ. ബാക്ക് കൂടി സ്ഥലമില്ല. നിങ്ങൾക്ക് ഒരു ചായ കിട്ടിയാൽ മതിയാ? ആ നോക്കി.
പിന്നെ ഇന്നലെ വേറെ വലിയൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്, ഇന്റർനാഷണൽ പ്രഖ്യാപനം പ്രഖ്യാപനം പറഞ്ഞാൽ ഏഷ്യാനെറ്റ് അടക്കം സാക്ഷി നിർത്തിയിട്ടാണ് സംസാരിച്ചത്. പക്ഷെ ആ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ എല്ലാവർക്കും അറിയാം. അത് നോൽമ്പ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു കൊടുത്തോളാം എന്താന്നുള്ളത്. അത് നിങ്ങൾ കാണി. അല്ല കേട്ടില്ല, ഓർക്കണ പറഞ്ഞോ. ആ വാക്ക് നിങ്ങളുടെ മുമ്പിൽ ഒന്നും കൂടെ ഉറപ്പിക്കുകയാണ്. അദ്ദേഹം വാക്ക് തന്നിട്ടുണ്ട്, കേട്ടിട്ടില്ല. ഉറക്ക പറയാൻ മൈക്കോപ്പാണ്. അല്ല കേട്ടില്ല. എന്നേ എന്ത് പിന്നെ ആ തിരക്കിനിടയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അജാതി തിരക്കേന്. അപ്പൊ പിന്നെ നമ്മളെ സ്ഥിരം പരിപാടി എടുത്തു. അതെന്താ നിങ്ങൾക്ക് അറിയില്ലേ? വരി കാണിച്ചു തരാം. ഇവിടെ വമ്പ തിരക്കാണ്, അവർക്ക് കണ്ടില്ലേ? തിരക്ക് കൂട്ടി ഇവിടെ ഇങ്ങനെ നിൽക്കുക, നമുക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി ഉണ്ട്, കാണിച്ചവര് ഇതിലിങ്ങനെ കയറിയിട്ട് ഇതിലിങ്ങനെ പോയിട്ട് കണ്ടത്ത് നല്ലൊരു സ്ഥലം കാണുന്നുണ്ട് കേട്ടാ. എല്ലാവരും ഇങ്ങനെ ഇരുന്ന് തട്ടണേ. അവിടെ പോയി നോക്കട്ടെ, അവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാണ്ടാവും. പ്രശ്നം വരോ? അവിടെ ഒന്നും നടക്കണില്ല, അവിടെ പെരുന്തിരക്ക്. പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണ ഇവിടെയാണ്. അപ്പൊ ഇന്ന് അപ്പൊ ഞങ്ങള് ഇവിടുത്തെ പരിപാടി നോക്കട്ടെ. അപ്പൊ തുണിസ ഇന്നലെ ഏതായാലും നമുക്ക് പറ്റില്ല. ഇന്ന് നമുക്ക് ഈ വീടിന്റെ ഉള്ളിൽ ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട്, വീടിന്റെ ഉള്ളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്ന് നമുക്ക് കയറിയിട്ട് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണത്താം. ഇതാ UPC വില്ലാണ് വീടിന്റെ പേര്. ഇതെന്താണ് ഇത് സിറ്റ് ഔട്ട് അല്ലേ? ഗ്രൗണ്ട് ആക്കി നമുക്ക് കാണാം. അപ്പൊ ഇവിടെ എന്തായിട്ട് വരും? ഇത് ഫോർവേഡ്. അപ്പൊ നമ്മള് മിഡ്ഫീൽഡിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തേനീച്ച കൊണ്ടുള്ള കൈയിടണ്ട കേട്ടാ. അത് ഖത്തറിന്റെ ഫ്രിഡ്ജാണ് കേട്ടോ കയറുമ്പോ തന്നെ ഉള്ളത്. മെസ്സി ഫ്രിഡ്ജിന്റെ ഒരു സൈഡ് മെസ്സി, താഴെ അർജന്റീന ടീം കംപ്ലീറ്റ്. ഇതേപോലെ ഇവിടെ ഒരു സോഫ ഉണ്ട്, അത് ഇവിടെ ഒരു അർജന്റീനന്റെ ഒരു ക്ലോക്ക് ഉണ്ട്, അത് അടിപൊളിയായിട്ടോ, സൂപ്പറായി. പിന്നെ അത് ആശാന് കിട്ടിയിട്ടുള്ള ഇതെന്താണ്? ഓരോ ഉപഹാരങ്ങൾ ഉദ്ഘാടനത്തിനും ഓരോ സ്വീകരണ സ്ഥലത്തൊക്കെ പോയിട്ട്. ഇത് ഇന്നലക്കത്തില്ലേ? അടിപൊളി. സ്നേഹഭാരം കക്കാട്. ഓക്കെ, അത് അടിപൊളി കേടാ, സൂപ്പർ ആയിക്കണ് കേടാ. ഇങ്ങനെ വെച്ചാൽ അതിന്റെ ഭംഗി മനസ്സിലാവുള്ളൂ. അടിപൊളിയായിട്ടുണ്ട്. ഇതവിടെ തന്നെ വെച്ചാണ്. പിന്നെ ഒരുപാടുണ്ട്, ഈ കാണുന്നത് മുഴുവൻ മൂപ്പർക്ക് കിട്ടിയിട്ടുള്ള ഓരോ സംഗതികളാണ്. ഇതാണ് മാർട്ടിനസിന്റെ ഏരിയ. ഇന്റർനാഷണൽ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ മാർട്ടിനസിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള അതെ, ഡിഫൻസ് വേണമെങ്കിലേ മാർട്ടിനസ് ഇവിടെ വേണം. അത് നോമ്പ് കഴിഞ്ഞാൽ മാർട്ടിനസ് 100 ആളുകളെ സാക്ഷിയാക്കിയിട്ട് പ്രഖ്യാപിച്ചതാണ്. അപ്പൊ ഇത് നമ്മൾ പൊളിക്കല്ലേ? ഇത് നമുക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകളാണ്. ഇതൊക്കെ ഞങ്ങൾ ഇത് പൊളിക്കാൻ പോവാണ്. പിന്നെ ഒരു ഇവിടെ ഒരു റൂമുണ്ട്. ഇത് കോട്ട്, അതേപോലെ അളമാര എല്ലാം ഉണ്ട്. ഇതെന്താണ് വായക്കട ഖത്തർ അസോസിയേഷൻ, വായക്കാട് അസോസിയേഷൻ ഖത്തർ അല്ലേ? ഓക്കെ, അടിപൊളി. പിന്നെ അടുത്ത ഇവിടെ റൂമുണ്ട്. ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും കട്ടിലോ കോട്ടൊക്കെ മിഡ്ഫീൽഡിൽ ഇറങ്ങല്ലേ? ഓക്കെ, അടിപൊളി. അതായത് ഇതെന്ത് സംഭവം തരോ? അത് ഫോർവേഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഡിമരിയക്ക് ഇവിടുന്നാണ് ആ പൊന്ത അങ്ങോട്ട് തട്ടി കൊടുത്ത്, അവിടുന്നാണ് ഡിമരിയ ആ പോസ്റ്റിലേക്ക് അടിച്ചത് അല്ലേ? അല്ലേ? ലെഫ്റ്റ് സൈഡിൽ കൂടെ അടിപൊളി. മെസ്സി ഇവിടെ നന്നായിട്ട് കളിച്ച് ഓടി നടന്ന് കളിക്കുന്ന ആളാണ്. അവസ്ഥ പേർക്കാ നമുക്കിത് പൊളിക്കല്ലേ? ഇതിന്റെ ഉള്ളിൽ എന്താന്നുള്ളതെന്ന് അറിയണല്ലോ അല്ലേ? ഏത് ഓനെ മുടിയാണ്. ഇത് സംഭവം തന്നെ. കാരണം എന്താ അറിയോ? ഇത് ഇന്നലെ വരാൻ കഴിഞ്ഞില്ല, ഇന്നലെ വന്നിട്ടില്ല. വരികയാണെങ്കിൽ ഈ മൊത്തം ചാനലിനെ പറ്റി ഓനെ പിന്നാലെ പോയില്ലേ? ഇതെങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിയതുള്ള ഓരോന്നും ചോദിക്കണം. ഓനക്ക് തന്നെ അറിയില്ല ഒന്നുണ്ട്. അല്ല, സാധാരണ മുടി ആളുകൾ വളർത്താറുണ്ട്. ഇത് സ്പ്രിങ് പോലെ ഇങ്ങനെ ഇറങ്ങി വന്നിക്കാണ് ഓരോന്ന്. ബ്യൂട്ടിഫുൾ, അടിപൊളി. മുത്തോളി സാർ, ഇന്നത്തെ വീഡിയോസ് ചിലപ്പോൾ കുറച്ച് ലെങ്ത് കൂടുതലുള്ളൂ. കാരണം ഈ കാണുന്ന ഗിഫ്റ്റ് മുഴുവൻ സുബൈർക്കാക്ക് ഇന്നലെ കിട്ടിയ ഗിഫ്റ്റ് മുഴുവൻ നമ്മൾ പൊളിക്കാൻ പോവാണ്. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് ഇത് കാണാനുള്ള ആകാംക്ഷയോട് കൂടി കാത്തു കള്ളായിട്ട്. അപ്പോൾ ലെങ്ത് ചിലപ്പോൾ കുറച്ച് കൂടുതൽ ക്ഷമയോട് കൂടി കണ്ടിരിക്കുക. മാത്രമല്ല സുബൈർഖാന്റെ വീടുമായി ബന്ധപ്പെട്ട അവസാനത്തെ വീഡിയോ കൂടിയാണിത്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു വീഡിയോ ഉണ്ടാവില്ല. ഏതായാലും ഇത് പോയിക്കഴിഞ്ഞാൽ മുന്നേ ഒരു കാര്യം കൂടി പറയാം. നമ്മൾ അഫിഖാന്റെ അല്ലേ,
അദ്ദേഹത്തിന് ബിസിനസ്സും എല്ലാം വളരെ ഉഷാറാക്കി കൊടുക്കട്ടെ. കാരണം എത്രയും പെട്ടെന്ന് എല്ലാവർക്കും, കാരണം ഇത്രയും പെട്ടെന്ന് വളരെ സ്പീഡായിട്ട് ഇദ്ദേഹത്തിന്റെ വീട് പണി പൂർത്തീകരിച്ച് ചാവി കൈമാറിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളും അദ്ദേഹത്തിന്റെ ഉപ്പാന്റെ പേരിൽ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ ബിസിനസ് എല്ലാം വളരെ ഉഷാറാക്കി കൊടുക്കട്ടെ. അതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അതിന് കൂടെ നിങ്ങളും പ്രാർത്ഥിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ തുടങ്ങില്ലേ? എന്തൊക്കെയാ ഇതിന്റെ ഉള്ളിൽ കയറി ആരാൾ കുമ്മനാഴ്ച കയറിക്കണേ ഇതിന്റെ ഉള്ളിൽ. അപ്പൊ ഇതിപ്പോ തന്നെ തുടങ്ങാം. പൊട്ടിച്ചൂടെ കടി എന്തൊക്കെയുണ്ട് നമുക്ക് കാണണല്ലോ. അല്ലോ മീഡിയം ഫേമസ് ആയ പോണേ. ഇത് വെച്ചതാണ് മതി അത്ര. ഇത് ഓപ്പൺ ആക്കണ്ട, കാരണം തരോ ഇത് പൊട്ടണ ഗ്ലാസ്സാണ്. പൊട്ടണ ഗ്ലാസും ചെക്കോളി അത് താഴ്ത്തി കെച്ചോളി. എന്താന്ന് അറിയണല്ലോ ഇതൊക്കെ. ഇത് പിന്നെ കിച്ചൺ ബാത്റൂം ഐറ്റംസ് ആണ്. അത് അവിടെ നോട്ടെ. ഓക്കെ, ഇനി ഇതെന്താണ്? എന്തോ ചെറിയൊരു പണിയാണല്ലോ. നിങ്ങളെ പൊട്ടിക്കിട്ടാ? ആ അത് ബിസ്ക്കറ്റ്. ഞാൻ ഇതിനുള്ളത് ഇടക്കട്ടെ അടക്കട്ടെ. ആ പൊടിക്ക്. എന്താണ് അത്? ആരെ തന്ന് വരുമെന്ന് പറയണ്ടല്ലേ? അത് മോശമാണ്. ഏതായാലും വീഡിയോ ആരും കാണുന്നുണ്ടെങ്കിൽ ഓൽക്കറിയാലോ ഞങ്ങൾ കൊടുത്താണെന്നുള്ളൂ അല്ലേ? അതോ എടുക്കണ്ട. ഇത് പൊട്ടനാണ്. പൊട്ടണ ഗ്ലാസും ചെക്കുമാണ്. അത് അതേമാതിരി എടുത്താണെങ്കിൽ മൂലം ചെറിയ ആ സകരം പോലെ നമുക്ക് എടുത്തിട്ട് അവിടെ കിച്ചണിൽ കൊണ്ടേക്കാം. ഇതെന്താണ്? ഓപ്പൺ ആക്കൂ. കാരണം സുബൈർക്ക് പറയണേ നമുക്ക് സോഷ്യൽ മീഡിയ വഴി കിട്ടിയതാണ് ഇതൊക്കെ. അതുകൊണ്ട് പോലെ ഇത് കാണണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോ കാണുമ്പോൾ എന്തിനാണ് വെറുപ്പിക്കണമെന്ന് ചോദിക്കുന്നത്. കാരണം മൂപ്പര് ആഗ്രഹമാണ്. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ റിവ്യൂ ചെയ്യാണ്. അയ്യവ അടിപൊളി. അതാ ചുമരുമിൽ അവിടെ കയറി എടുത്ത് നമുക്ക് വോളാണ് വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടോ കാണാൻ. ഓക്കെ, അടുത്താണ് അടുത്തതാ ഇതിലുള്ള. ഓക്കെ, അടിപൊളി. ഇത് നമുക്ക് ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൽ വെക്കാം. ഇനി ഇത് വേറൊരു സാധനം. ഇതും അത് തന്നെയാണ്. ക്ലോക്കാണ്. ക്ലോക്ക് അടിപൊളി. നമുക്ക് ഇതിന്റെ ഈ ടാബ്ലറ്റ് ഇതിന്റെ മാത്രം അൺബോക്സിങ് ചെയ്താൽ മതി. മറ്റേ സമയം ഉണ്ടാവില്ല. ബാക്കിയുള്ള അവിടെ നിന്നോട്ടെ. ഇത് മാത്രം ചെയ്താൽ മതി. അടിപൊളി, സൂപ്പർ ആയിക്കണ്. ഇത് നമുക്ക് റൂമിലേക്കാം. ആ ഹോൾ അർജന്റീന കൂടെ റൂമിലും വെക്കാം. അടിപൊളിയോ? ഓക്കെ, ഇവിടെ വെക്കട്ടെ. സൂപ്പർ. ഇനി ഇതെന്താണ്? അതാണ് പൊട്ടിക്ക്. ഇത് നല്ല സൈസ് ഉണ്ട്. എവിടുന്നേക്ക് തുടങ്ങിക്കോ, നിങ്ങൾ പൊട്ടിച്ചാൽ മതി. അതിന് നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എടുത്താളി. നല്ല അടിപൊളിയായിട്ടുള്ള സാധനമാണ്. ഞാൻ ഇവിടെ നോട്ടുന്നു. ഇതിന്റെ മേലെ ചേട്ടൻ ബാക്കിയുള്ള ഓടിക്കാം. ഇത് അർജന്റീന ഫാൻസ് ആണല്ലോ. അർജന്റീന ഫാൻസ് കേരള. കേരള അർജന്റീന ഫാൻസ്. നിങ്ങളതല്ലേ? ഇതാ കട്ടിൽമേൽ സൈഡിൽ ഇങ്ങനെ വെച്ചിക്കാട് കിടന്നു നോക്കുമ്പോ ആ കീച്ചെയിന് ജേഴ്സി. അയ്യോ, ഇത് ഞാൻ അടിച്ചു മാറ്റും. മെമ്പർഷിപ്പ് കാർഡ്. ഓക്കെ, മെമ്പർഷിപ്പ് കാർഡ്. നമുക്ക് കമ്മ്യൂണിറ്റി മെമ്പർഷിപ്പ് കാർഡ്. ജേഴ്സി അടിപൊളി. പാകണ്ടാവും ഇതിനുള്ളിൽ എന്താണ്ടൊക്കെ. ഓക്കെ, അത് ഭദ്രമായിട്ട് അയക്കാൻ. ഓക്കെ, ജേഴ്സി ആയിട്ട് അത് ഒറിജിനൽ സാധനമാണ്. ഇനി പരിപാടിക്ക് പോകുമ്പോൾ ഇട്ടാണ് പോയിക്കോളി. ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇട്ടാണ് പോയിക്കോളി ട്ടാ. അതിന് പറ്റിയ സാധനമാണ്. ഞാൻ വെറുതെ നിൽക്കണം. നിൽക്കുന്നു വേണം. ഞങ്ങളൊന്നുമില്ല. നിങ്ങൾ ഇനി സ്വീകരണമൊക്കെ ഉണ്ടാവില്ലേ? ആ സമയത്ത് അത് ഇട്ടാണ്ട് പോയിക്കോളി ട്ടാ. അടിപൊളിയായിരിക്കും. അത് അർജന്റീന ഫാൻസ് ഇവിടെ കേട്ടെ. ഇനി ഇത് വേറൊരു സാധനം. ഇതെന്താണ്? പൊട്ടിച്ച് പഠിച്ചോളി നിങ്ങൾ. മടിയൊന്നും കാണിക്കണ്ട. അത് ക്ലോക്കാണ് തോന്നുന്നുണ്ട്. അതെന്താ ക്ലോക്കാണ്? എല്ലാ റൂമും ക്ലോക്കാണ്ടേ? അടിപൊളി. ഇതാണ് ഓർഗാനിക് ക്ലോക്ക്. വെരി നാച്ചുറൽ. അടിപൊളി. എടുത്ത് ചായി. നമുക്ക് 2 റൂമും ക്ലോക്കായി. ഇനി ഇതാരും തന്നെ ആരാധന. ഓക്കെ, ആളെ പറയണ്ട. വീണ്ടും ക്ലോക്ക്. അതെ, 2 റൂമുക്കും ഹാളുക്കും കിച്ചണും ക്ലോക്ക് ആയിട്ടോ. ഇനി ഇത് ഞാൻ കൊണ്ടുപോകും. എനിക്കട്ടെ, ഞാൻ വെറുതെ പറഞ്ഞാണ്. എൻ്റെ വീട്ടിൽ എല്ലായിടത്തും ക്ലോക്ക് ഉണ്ട്. എൻ്റെ വീട്ടിൽ എല്ലായിടത്തും ക്ലോക്ക് ഉണ്ട്. ഇത് മറ്റേ പൊട്ടിക്കല്ലട്ടാ. നല്ല സൈസ് ഉണ്ട്. ഇൻഡോടെ കിളി പുറത്തേക്ക് നിൽക്കാണ്ട് സമയം പറഞ്ഞ ക്ലോക്ക് ഉണ്ട്. കാണാൻ കഴിച്ചേ അതിന് സന്തോഷം കണ്ടടികള്. ക്ലോക്ക് പിന്നെ കാണാ. ഇങ്ങോട്ട് പിടിക്കും.
ആ ഉണ്ടാവും, അതിനിങ്ങനെ ആടി കളിച്ചുള്ള സാധനം ഉണ്ടാവും. ആ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാനുണ്ടാവുള്ളൂ. അടിപൊളി. ഇത് നമുക്ക് സീറ്റ് ഔട്ടിലേക്കാം. അല്ല വേണ്ട, നമുക്ക് ഡിസ്കസ് ചെയ്യാം അതാ വെക്കേണ്ടത്. എല്ലായിടത്തും വായിക്കണ്. അടിപൊളി അടിപൊളി. ഇനി അടുത്ത് തീർക്കേ അത് കൂട്ടിക്കേ. ഇത് കൂട്ടിക്കേ. ഇത് കുപ്പീൻ്റെ ഉള്ളിൽ ഒരു പത്തേമാരി. ആ അതിനൊന്നൊരു കുറിപ്പൊക്കെ ഉണ്ട് കേട്ടോ. എന്താണ് അഡ്രസ്സാ? ഒരു ഇത് പത്തേമാരി എന്താ പറയാ അറിയില്ലേ? പണ്ട് കാലത്ത് ഗൾഫ് പോയിരുന്ന കപ്പൽ. ആ അതൊരു കുപ്പീൻ്റെ ഉള്ളിലാക്കിക്കണ്. അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. ഒരു 3 സ്റ്റാറൊക്കെ ഉണ്ട് ഇവിടെ. ഓക്കേടാ. അത് ആ മറ്റേ കപ്പ് പിന്നെ ഇതൊക്കെ വെച്ച സ്ഥലമല്ലേ, അവിടെ കൂടെ അതിനെ വെച്ചാലേ പോട്ട്. അടിപൊളി. ഇത് പിന്നെ ഡിന്നർ സെറ്റാണ്. ഇത് പൊട്ടിക്കണ്ട. ഡിന്നർ സെറ്റാണ്, പ്ലേറ്റും കാര്യങ്ങളൊക്കെ. അത് ആദ്യം വെച്ചാൽ ഉറപ്പാണ്. അത് കാണുമ്പോൾ തന്നെ അറിയാം. വിത്ത് ലവ് ആണ് ഒരു സാധനം അടുത്ത് വരുന്നത് കേട്ടോ. ഇത് ഇവിടെ തന്നെ ചോട്ടിച്ചാ. ഇത് ചിലപ്പം ഇതും ആ സാധനം തന്നെ ആവാനാണ് സാധ്യത കണ്ടിട്ട്. കാരണം 2 റൂമുക്കും ആണല്ലോ. വികാടിൻ്റെ ഒരു ഫാൻ ഇതന്നെ, ഈ സാധനം തന്നെ. അപ്പം 2 റൂമുക്കായി. നമുക്ക് ഇത്ര മതി. പക്ഷെ എനിക്കിപ്പോൾ പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അബദ്ധമായിപ്പോയി. എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്കും പറ്റി. കല്യാണം കഴിച്ചിട്ടാണ് ഹൗസ് വാമിങ് കുടിയിരിക്കലുണ്ടാക്കുന്നത്. അപ്പോഴേ പെണ്ണുങ്ങളെ വീട്ടിൽ നിന്ന് ഫുള്ള് സാധനമായ റൂം കാലിയായി കിടക്കൂല. ഫുള്ള് ആൾമാരെയും കട്ടിൽ കൊണ്ടുള്ളൂ. ഞാനും അങ്ങനെ തന്നെ. ആദ്യം വരെ എടുത്തു, പിന്നെ കല്യാണം കഴിച്ചോ. അന്നേ നിങ്ങൾ പറഞ്ഞേ കല്യാണം കഴിച്ചാൽ നിങ്ങൾ സമ്മതിക്കേണ്ടല്ലേ? ആ ഇനി ഏതായാലും നോമ്പ് കഴിഞ്ഞിട്ട് ഞാൻ സെറ്റാക്കാം അല്ലേ? ഓക്കെ. അന്നിപ്പോൾ അന്ന് നമുക്ക് എന്താ കല്യാണത്തിന് പോകുമ്പോൾ തന്നെ നമുക്ക് പറയാം ഹൗസ് വാമിങ്ങിനുള്ള സാധനം മുട്ടായി. ഓക്കെ, ഇയാൾ വിഷയം മാറ്റണ്ട. അപ്പോൾ തോന്നിച്ചാ ഇങ്ങോട്ട് വരും. ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യണം നമുക്ക്. അങ്ങനെ നമ്മളെ സുബൈർക്കാൻ്റെ ഹൗസ് വാമിങ്ങും ഗിഫ്റ്റ് പൊട്ടിക്കലിന്റെ കുറച്ച് ഭാഗവും എല്ലാം ഇവിടെ തീർന്നിരിക്കുകയാണ്. എല്ലാം കൊണ്ട് ഹാപ്പിയാണ്. ഒരുപാട് എന്താ പറയാ, സന്തോഷമാണ്. ഇന്ന് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷവാനായിട്ടുള്ള ആൾ ഇദ്ദേഹമാണ്. മെസ്സിനെ കൊണ്ടും ഒരു പരിചയമില്ലാത്ത അർജന്റീന കളിക്കാരെ കൊണ്ടും എല്ലാരെ കൊണ്ടും അല്ലെ ഹാപ്പി അല്ലേ? ഈ സാഹചര്യത്തില് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പരിപാടിയിൽ പിന്നെ നമ്മളെ നാട്ടുകാർ പുറമുള്ള അർജന്റീന ഫാൻസ് ഒക്കെ പങ്കെടുത്തിന് ഒരു പ്രത്യേക ഞാൻ നന്ദി അറിയിക്കാണ്. കാരണം ഈ തിരക്കിന്റെ സമയം ഓരോരുത്തർ എന്നാലും പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരോട് ബന്ധു പറഞ്ഞു. അപ്പൊ അത് മാത്രം നാട്ടുകാരെ കൂടെ പുറംപാരെ കണ്ടമാരെ പങ്കെടുത്തിന് എല്ലാവർക്കും പ്രത്യേകം നന്ദിയും. വളരെ ഗംഭീരമാക്കി പരിപാടി. ജനസാഗരമായിരുന്നില്ല. 100കണക്കിന് ചോറൊക്കെ തേഞ്ഞാ? ചോറ് തേഞ്ഞി. അപ്പൊ ആളിതാ പ്രത്യേക ആളാണ്. വന്നപ്പം തുടങ്ങിയാണ് അവന്റെ പിന്നാലെ മുടി പിടിച്ച് നടക്കണേ. അത് അങ്ങനെ ചെയ്ത് കൊണ്ടെടുക്കണേ കുറെ പണിയുണ്ട്. പിടിച്ച് കേടുത്തണ്ട. ഓക്കെ. അപ്പം നമ്മളെ പ്രേക്ഷകർ ഞാൻ ഇനിയിപ്പോൾ ഈ വീടിൻ്റെ ആയിട്ട് ഒരു വീഡിയോ ഇപ്പോൾ നമ്മൾ ചെയ്യലുണ്ടാവില്ല. ഇനിയിപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ മെസ്സി പെനാൽറ്റി പുറത്ത് കളിച്ചണം. മെസ്സി അടിക്കാൻ 2026 ലോകകപ്പിൽ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. കോപ്പ അമേരിക്കയിൽ മെസ്സിയും സംഘവും കോപ്പ അമേരിക്ക നേടും ഈ സംഘമാണ്. ഓക്കെ. പുറത്തടിച്ചാലില്ലെങ്കിൽ വേൾഡ് ചാമ്പ്യൻ ആക്കി കൊടുത്തില്ലേ? ഓക്കെ, അതെ, അടിപൊളി. ഇത് അവസാന വീഡിയോ ആണ്. വീടിന്റെ പോലെ വീട്ടിലും വീണ്ടും വീണ്ടും വരും. നമ്മളിവിടെ നമ്മളിവിടെ കാരണം ആ റൂമിന്റെ ആണല്ലോ. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരും. അത് നോക്കണ്ട. പിന്നെ ആ ഫ്രിഡ്ജിന്റെ മേലെ 2 കപ്പ് ട്രോഫി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പോയി വാങ്ങിയതാണ്. എമ്മണ്ടൽ കൂടി പോയി വാങ്ങിയാണല്ലോ അല്ലേ? ഓക്കെ. പിന്നെ അപ്പം എന്താണ് നിങ്ങളോട് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം അല്ലെ? ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള പിന്നെ ഇന്റർനാഷണൽ പ്രഖ്യാപനം അറിയാലോ. കിച്ചണിലേക്ക് ഒരു മാർട്ടിനസും കൂടി വന്നാല് ഇത് സംഗതി സെറ്റായി. അല്ലാതെ കുത്ത് ഡിഫറെന്റ് ആണല്ലോ, കുത്താൻ ആളുമാണല്ലോ. കുത്ത് കിട്ടിയാലേ അവിടെ അല്ല മാർട്ടിനസ് ആണ് പോവാണ്ട്. അത് ഓക്കെ ആക്കിയിട്ടുണ്ട്. നോമ്പ് എങ്ങനെയാണ് ഇപ്പൊ പെണ്ണ് കണ്ടു വെച്ചിക്കണം? അല്ല കണ്ടു വെച്ചിക്കണം. ഞാൻ അതല്ല ചോദിക്കും, കണ്ടു വെച്ചിക്കണം. നോമ്പ് കഴിഞ്ഞ് ഉടനെ തന്നെ കല്യാണം ഉണ്ടാവില്ലേ? ആ ഇല്ലെങ്കിൽ അഫിക്ക് ഈ പേരെ പൊളിച്ചു എന്നാ പറഞ്ഞു. ഓക്കെ ഓക്കെ. അങ്ങനെ വേൾഡ് കപ്പും കിട്ടി, വീടും കിട്ടി, സന്തോഷമായി. ഇനിയിപ്പോ അടുത്ത മാസം പെണ്ണും കിട്ടാൻ പോണ്. ഫ്രിഡ്ജും കിട്ടിയില്ലേ? വളരെ ഹാപ്പി, 100% ഹാപ്പി. അടിപൊളി. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ് അല്ലേ? അതിന് പേരില്ലേ? ഓക്കെ. നമുക്ക് നമ്മളെ വൈബിൽ അടുത്തൊരു കിടക്കാച്ച വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.